ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് എന്നും ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല കേട്ടോ. ഇന്ന് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊക്കെ ഞങ്ങളിത് ഉണ്ടാക്കലുള്ളൂ. മെയിനായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വീട്ടിൽ നിന്ന്. ബിരിയാണിയും നെയ്ച്ചോറും അങ്ങനത്തെ ഐറ്റംസൊക്കെ അനിയത്തികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. ഇത് ഞാൻ നമ്മൾ പാചകറാണി ലക്ഷ്മി നായറില്ലേ, ലക്ഷ്മി നായർ മാമിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു സക്സസ് ആവുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഉള്ളി നല്ല കനം കുറച്ച് അരിയുക, എന്നിട്ട് അത് നന്നായിട്ട് ഓയിലിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഉള്ളി വറുത്ത് വെച്ചിട്ട് അത് പൊടിച്ച് വെക്കണം. അങ്ങനെ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ചിക്കൻ മാഗ്നേഷൻ്റെ കാര്യം കേട്ടോ. മാഗ്നേഷൻ തലേന്ന് ഓവർനൈറ്റ് തലേന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാവും കേട്ടോ. അപ്പോൾ ചിക്കന് അത് തന്നെ ഉള്ളി വറുത്ത് പൊടിച്ചത് വേണം. പിന്നെ മല്ലിയില, പുതിനയില, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഇതൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നാരങ്ങാനീര്, പിന്നെ ഉള്ളി വറുത്തിട്ടുള്ള ഓയിലാണ് കേട്ടോ വറുക്കേണ്ടതൊക്കെ. അത് പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇത് ഗരം മസാലപ്പൊടിയിൽ മെയിനായിട്ട് സാജീരകം വേണം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഗ്രാമ്പൂ വേണ്ട, പട്ടയും ഏലക്കയും ഗ്രാമ്പും വേണം കേട്ടോ. പട്ടയും ഏലക്കയും ഗ്രാമ്പും പിന്നെ സാജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് കുരുമുളക് പൊടിയും വേണം. ഒക്കെ കൂടിയാണ് ചേർക്കേണ്ടത് കേട്ടോ, ഗരം മസാലപ്പൊടി. അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ട് പച്ചമുളകും തക്കാളിയും വേണം. ഒക്കെ കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ആദ്യം കൈയ്യേറ്റ് നല്ലോണം മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ വെക്കാൻ പറ്റിയാൽ അത്രയും നന്ന് കേട്ടോ. പിന്നെ നമ്മൾ സാധാ അരി വേവിക്കണ പോലെ തന്നെ പട്ടി, ഗ്രാമ്പു, ഏലക്കയും ബേ ലീഫൊക്കെ ഇട്ടിട്ട് അരി വേവിക്കുക. ഞാനിതിൽ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോനാണ് വാങ്ങിക്കുന്നത്. 1 കിലോന് 1.25 ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ അരി വേവിച്ച് അവിടെ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ഈ ഓവർനൈറ്റ് വെച്ച ചിക്കനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ എപ്പോഴാണോ കുക്ക് ചെയ്യണം അപ്പോൾ അതൊന്ന് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സാധാ ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെ ഇടുക. ദമ്മിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നെയ്യിലാണ് കേട്ടോ ചെയ്യേണ്ടത്. മേലെ കുറച്ച് ഗരം മസാലപ്പൊടി ഇടണം. പിന്നെ ഇത് മല്ലിയിലയും പുതിനയിലയും വേണം. പിന്നെ കുറച്ച് വറുത്ത ഉള്ളിയും കുറച്ച് വേണം കേട്ടോ മേലെ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഞാനിത് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ചെയ്താണ് കേട്ടോ. അല്ലാതെ നമ്മൾ കുങ്കുമപ്പൂവും ചേർത്തിട്ട് അങ്ങനെയും മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ചെയ്ത് ദമ്മിടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഈ ഒരു എന്താ പറയുക, നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണീൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. ഇത് കുറച്ചൊരു മസാലേൻ്റെ ഇത്തിരി ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഒരു പിടിക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കാൻ കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 1 മണിക്കൂർ ഉണ്ടായിരുന്നില്ല, 1/2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കുറവുണ്ടായിരുന്നു ഇതിൽ, ഒരു പിടിക്കാനുള്ളൊരു കുറവ്. വേറെ ഉള്ളതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇതാ ദമ്മിട്ടു കേട്ടോ. ദമ്മിടുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് നെയ്യൊക്കെ ചേർക്കണം. അങ്ങനെ നമ്മളെ ബിരിയാണി, അടിപൊളി ബിരിയാണി റെഡി. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തൈരും, അതായത് മിൽക്കി മിസ്റ്റിൻ്റെ തൈര്, കട്ട തൈര് കേട്ടോ ഇതിക്ക് രസം, അതും പിന്നെ നല്ല മധുരമുള്ള അച്ചാറും പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.